ഹായ് ഗായ്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സെക്കൻഡ് വ്ളോഗാണ്. ഞാനിവിടെ പറയാൻ പോകുന്നത് നമ്മൾ പെൺകുട്ടികളായിരിക്കും നമ്മളെല്ലാവരും നമ്മൾ ഫോട്ടോ എടുക്കുമ്പോഴാണെങ്കിലും നമ്മളൊരു തെറ്റേന്ന് തന്നെ നമുക്ക് അതിനൊരു കോൺഫിഡൻസ് തരുന്നതാണ് നമ്മളെ സ്മൈല്. എസ്പെഷ്യലി നമ്മളെ പല്ലൊരു പെർഫെക്റ്റ് ടീത്താന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ ഞാൻ ഭയങ്കര കോൺഷ്യസ് ആയിരുന്നു എൻ്റെ പല്ലിനെ പറ്റിയിട്ട്. കാരണം എൻ്റെ പല്ലത്തിലല്ലായിരുന്നു ആദ്യം ഉണ്ടായാലും നല്ല രീതിയിൽ ഉന്തിയിട്ടുള്ളൊരു പല്ലായിരുന്നു. പിന്നെ പോരാത്ത വലുപ്പമുള്ള സൈസുള്ള പല്ല് ഭയങ്കര ബോറായിരുന്നു കേട്ടോ. ഡിമാൻഡ് സമയത്ത് പോലെ യൂട്യൂബിലൊക്കെ ഒരുപാട് സെർച്ച് ചെയ്ത് എന്തൊക്കെയാണ് അതിനെ കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുമോ ഭാവിയിൽ, അങ്ങനെയൊക്കെ എല്ലാം സെർച്ച് ചെയ്തതിന് ശേഷമാണ് ഞാനും അങ്ങനെ ഒരു ഡിസിഷനിലേക്ക് എത്തിയത്. ബ്രേസസ് ഇടുന്നത് ജേണിയാണ് ഞാനിവിടെ നിങ്ങളോട് പറയുന്നത്. ഒരുപാട് പേരുണ്ടാവും, ഇതിന് ഓൾറെഡി ബ്രേസസ് ഇട്ട ആൾക്കാരുണ്ടാവും, ഇടാൻ പോണ ആൾക്കാരുണ്ടാവും, ഇടണോന്ന് ആലോചിക്കുന്ന ആൾക്കാർ. പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒട്ടും മടിക്കേണ്ട, വേഗത്തുള്ളൂ എന്നുള്ളതാണ്. എത്രത്തോളം നേരത്തെ ബ്രേസസ് ഇടുന്നോ അതേപോലെ തന്നെ നമ്മുടെ ആ ഒരു കോലം, ബ്രേസസ് ഇട്ടുകൊണ്ട് കാണാൻ നല്ല കോലമായിരിക്കില്ലല്ലോ. സ്കൂൾ ടൈമിൽ കാലഘട്ടം കഴിയുകയാണെങ്കിൽ കോളേജിലേക്ക് പോകുമ്പോഴേക്കും നമുക്ക് നല്ല സെറ്റ് ആക്കിയിട്ട് നല്ല പല്ല് വെച്ചിട്ട് കോളേജിലേക്ക് പോയിട്ട് നല്ല അടിപൊളി ഡ്രസ്സ് ചെയ്യാൻ പറ്റും. ആദ്യം ഈ ബ്രേസസ് ഇടണം എന്നുള്ളത് എനിക്ക് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. കാരണം ഒരുപാട് പേര് പറഞ്ഞിട്ട് ഇങ്ങനെ കളിയാക്കുകയായിരുന്നു, പല്ല് ഭയങ്കര ബോറാണ്, കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല, ഫോട്ടോ എടുത്താലും ഒരു ഭംഗി ഉണ്ടാവില്ല. ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്, പക്ഷെ എന്നാലും പണ്ടത്തെ വെച്ച് നോക്കുമ്പോൾ മച്ച് ബെറ്റർ ആണ് ഇപ്പോൾ. അങ്ങനെ ഞാൻ ഈ ഒരു ഡിസിഷനിലേക്ക് എത്തിയത് ഞാൻ നല്ല രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കൺസൾട്ട് ചെയ്തു. ഡോക്ടർ പറഞ്ഞത് എൻ്റെ പല്ലിനൊന്നും ഒരു കേടുമില്ല, പെർഫെക്റ്റ് ആയിട്ട് നല്ല ഹെൽത്തി ടീത്താണ്, ഇനി ഒരു പല്ല് വന്നിട്ടുണ്ടായിരുന്നില്ല. ഡോക്ടർ പറഞ്ഞു നിങ്ങൾ പല്ല് എടുക്കേണ്ടി വരും, 4 പല്ലിൻ്റെ അടുത്ത് എടുക്കേണ്ടി വരും, നല്ല ചേഞ്ച് ഉണ്ടാകും. പേടിയാണ് എനിക്ക്, ഒരു ഇഞ്ചക്ഷൻ ആണെങ്കിലും അല്ലെങ്കിൽ ഈ ഒരു ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം എനിക്ക് ഭയങ്കര പേടിയാണ്. അപ്പം ഞാനും ആകെ എന്താ പറയുക, അയ്യോ ഇത് വേണോ വേണ്ടയോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ ആയിപ്പോയി. അങ്ങനെ അത് അവിടെ പിന്നെ ഇതേപോലെ ഈ പല്ലും വെച്ച് കുറേ കാലം അങ്ങനെ നടന്നു. ഓൾറെഡി എനിക്ക് അതിലൊരു പണി കിട്ടി. എൻ്റെ കോളേജിലെ ഒരു ഫ്രണ്ടും ഇതേപോലെ ഡിഗ്രിക്ക് പഠിക്കും. ഞാനൊരു സിംഗിൾ പോലത്തെ പല്ലിനൊക്കെ നമ്മൾ ആ മണി പോലുള്ള ബ്രേസസ് ഇല്ലേ അതാണ് ഇടാം. എനിക്ക് അതൊക്കെ ഇടാൻ ഭയങ്കര കോൺഷ്യസ് ആയതുകൊണ്ടും ഞാൻ ഈ സിംഗിൾ ക്ലിപ്പ് ഇടാം. ഫ്രണ്ടും കൂടി ഒരു ക്ലിനിക്കിന്റെ പേര് ഞാൻ പറയുന്നില്ല, ക്ലിനിക്കിൽ പോയി കോഴിക്കോടുള്ള നമ്മൾ കൺസൾട്ട് ചെയ്തു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ സിംഗിൾ ക്ലിപ്പ് ഇട്ടാൽ ക്ലിയർ ആവും പറഞ്ഞാൽ അപ്പം നമ്മൾ ആക്കി. ഡോക്ടർ പറഞ്ഞതിന് പിന്നെ കുഴപ്പമില്ലല്ലോ, ആയിട്ടില്ല 2000 എന്തോ ആയോ. ക്ലിപ്പ് ഇട്ട ടൈമിൽ തന്നെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, നമുക്ക് സംസാരിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട്. പിന്നെ അത് നമ്മൾ ഇട്ടിട്ടായിട്ട് വരുമ്പോൾ നമ്മൾ അതെല്ലാം മാറും കേട്ടോ. പക്ഷെ ഫസ്റ്റ് ടൈം ഇട്ടപ്പോൾ ഭയങ്കര കോമഡി ആയിരുന്നു, നമുക്കൊന്നും പറയാൻ പറ്റാത്ത അങ്ങനെ അത്രയും ബുദ്ധിമുട്ടായിരുന്നു. അത് കഴിഞ്ഞ് അങ്ങനെ ആ ക്ലിപ്പ് ഇട്ടു. ഓരോ വീക്കിൽ നമ്മൾ ചെല്ലണം, അവർ നോക്കിയിട്ട് നമുക്ക് ക്ലിയർ ചെയ്ത് തരും, ടൈറ്റ് ആക്കി തരും. ഇന്ന ടൈമിൽ എൻ്റെ ഫ്രണ്ടിന് വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല, പക്ഷെ എനിക്ക് ഈ പല്ലിനെ നീണ്ടു വരാൻ തുടങ്ങി, വല്ല യക്ഷികളൊക്കെ പോലെ. ഞാൻ ക്ലാസ്സിലിരിക്കുന്ന ടൈമിൽ ഞാൻ ചുണ്ടടച്ചിരിക്കുകയാണെങ്കിൽ ഈ പല്ല് പുറത്തുണ്ടാവും, യക്ഷീനെ പോലെ. കാരണം നമ്മളിപ്പോൾ വായ ഇങ്ങനെ കൂട്ടിയിരിക്കുന്ന ടൈമിൽ ഇത് പുറത്തേക്ക് നിൽക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി. ആദ്യം ഞാൻ വിചാരിച്ചു എനിക്ക് വെറുതെ തോന്നുന്നത്. ക്ലാസ്സിലുള്ള ഫ്രണ്ട്സ് എല്ലാം പറഞ്ഞു ഈ പല്ലിന് മാത്രം ഭയങ്കര വലുപ്പം എന്നുള്ള രീതിയിൽ. ശരിക്കും പറഞ്ഞാൽ യക്ഷീനെ പോലെയായി. അങ്ങനെ ഞാനത് പോയി പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഓക്കെ ഞാനത് കട്ട് ചെയ്തത് രാഗ എന്ന് പറയും. അവരൊരു ബ്ലേഡ് വെച്ചിട്ട് ഇതിന്റെ ലെങ്ത് കുറയ്ക്കും, ഇങ്ങനെ ചുരണ്ടി ഞാൻ ചുരണ്ടി തന്നെയാണോ പറയാൻ എനിക്കറിയില്ല. രാഗിയിട്ട് ഈ കോലത്തിലാക്കി ഇങ്ങനെ ഉണ്ടാവും, താന്ന് ഇങ്ങനെ വരാം. ഈ പല്ല് മാത്രം, അതായത് ഇവിടെ നിന്നുള്ള പ്രഷർ ഫുള്ളും ഈ പല്ലിലേക്ക് വന്നിട്ട് ഈ പല്ല് മാത്രം ഇങ്ങനെ നീണ്ട് താഴേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. വളരെ വലിയ ബോറായിപ്പോയി അത്. ഞാൻ ആകെ ടെൻഷൻ, ഇതെന്താ സംഭവിക്കുന്നത് എന്നുള്ള രീതിയിൽ എനിക്ക് ഭയങ്കര വേദനയൊക്കെ വരാൻ തുടങ്ങി, ഭയങ്കര ടൈറ്റ് ഫീലിംഗ് ഒക്കെ വരാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ഡോക്ടർ അടുത്ത് പറഞ്ഞു, ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, ഇത് സെറ്റ് ആവും, ഇപ്പം ഇത് രാഗി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് റെഡി ആവും എന്ന് പറഞ്ഞു. പിന്നെ ഈ ക്ലിപ്പ് ഞാൻ കണ്ടിന്യൂ ചെയ്യാൻ തുടങ്ങി. ഫുഡ് കഴിക്കുമ്പോൾ മാത്രം നമ്മൾ മുടി വെക്കും, ബാക്കി എല്ലാ ഫുൾ ടൈം നമ്മൾ ഈ ക്ലിപ്പ് ഇട്ടോ കഴിഞ്ഞപ്പോൾ പിന്നെ ഈ പല്ല് ഇങ്ങനെ നീണ്ടു വരാൻ തുടങ്ങി. അപ്പോൾ പിന്നെ ഞാൻ പോയിട്ട് ചോദിച്ചു ഡോക്ടർ ഇതെന്താ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, വീണ്ടും ഇത് നീണ്ടു വരിക എന്ന് പറയുമ്പോൾ എനിക്കത് കുറച്ച് ഞാൻ സ്ട്രെസ്സായി. അങ്ങനെ പിന്നെ താഴത്തെ ഈ പല്ല് ഈ മേലത്തെ പല്ലും കൂടി രാഗിയിട്ട് അവർ പിന്നെ അതിൻ്റെ സൈസ് കുറച്ചു. അങ്ങനെ ഞങ്ങൾ പുറത്തിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക ഈ ഡോക്ടർ വരാൻ വേണ്ടി. ഞങ്ങളടുത്ത് ചോദിച്ചു നിങ്ങളോട് ആരെ ഇവിടെ വന്നിട്ട് ക്ലിപ്പ് ഇടാൻ പറഞ്ഞു. നമ്മൾ ഇതുപോലെ ഈ വഴി പോകുമ്പോൾ നമ്മൾ ടൗണിൽ ഇറങ്ങുകയാണ്, മാനം വരാനും കംഫർട്ടാണ്, കുറച്ചും ഇത് പ്രിഫർ ചെയ്തതാണെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു നിങ്ങളിതൊക്കെ ചോദിച്ചും കണ്ടിട്ട് വേണ്ട ഇങ്ങനെ ഒരു ഡിസിഷൻ, നമ്മൾ ക്ലിപ്പ് ഇടാന്നൊക്കെ പറയുമ്പോൾ കുറച്ച് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടൊക്കെ വേണ്ടേ ചെയ്യുക. ഇവിടെ വന്ന് ഒരുപാട് പേർക്ക് ഇതുപോലെ കുറേ പ്രശ്നങ്ങളായിട്ട് അവരിവിടെ ഒഴിവാക്കി പോയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു, ക്ലിപ്പൊക്കെ ഒഴിവാക്കിയിട്ട് പോയിട്ടുണ്ടെന്ന്. സത്യം പറഞ്ഞാൽ കിളി പോയതോട് മുഖം നോക്കിയിരിക്കും, ഈ ഈശ്വരൻ ഇനിയിപ്പോൾ എന്താ ചെയ്യാന്നുള്ള രീതിയിൽ അന്ന് എന്നിട്ട് അവിടെ ഞാൻ ഉപേക്ഷിച്ചതാ ക്ലിപ്പ്. അങ്ങനെ ഒരു അനുഭവം എനിക്ക് ഉള്ളതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ നല്ല അത്യാവശ്യം നമ്മൾ ചോദിച്ച് അന്വേഷിച്ചിട്ടേ ഇനി ഞാനുള്ളൂ എന്നുള്ളത് ഉറപ്പിച്ചതാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് തന്നെ തോന്നി ഇത് ശരിയാവില്ല, എന്തായാലും അങ്ങോട്ട് ചെയ്തേക്കാന്ന് വിചാരിച്ചിട്ട്
ഞാൻ കണ്ണൂർ വർക്ക് ചെയ്യുന്ന സമയത്താണ് ഞാൻ ബ്രേസസ് ഇടുന്നത്. അവിടെ ഡോക്ടർ നവീൻസ് ക്ലിനിക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്ലിനിക്കിൽ നിന്നാണ് ഇടുന്നത്. ഒരു ഡോക്ടറായിരുന്നു. അപ്പോൾ നമുക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എല്ലാം ചോദിക്കാം, അങ്ങനെയുള്ളൊരു ഡോക്ടറായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഞാൻ കൺസൾട്ടേഷന് പോയപ്പോൾ തന്നെ ഡോക്ടർ പറഞ്ഞു എന്തായാലും ഒരു 2 ഇയേഴ്സിൻ്റെ അടുത്ത് നിങ്ങൾ ഇടേണ്ടി വരും. കാരണം എൻ്റെ പല്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ അത്രയും നിൽക്കുന്നത്, അത് തീരെ ഗ്യാപ്പ് ഇല്ലാതെ ഫിൽ അല്ലെടുത്ത് അതൊക്കെ സെറ്റാക്കി വരാൻ ഇത്ര ടൈമുകളും കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നു. എൻ്റെ അടുത്ത് പറഞ്ഞത് 2 പല്ലെടുക്കും, 4 പല്ലെന്നാണ് ആദ്യം പറഞ്ഞത്. പിന്നെ 2 പല്ലെടുത്താൽ മതിയല്ലോ. ആ ഒരു ഹാപ്പിയിൽ നിൽക്കുകയായിരുന്നു. പിന്നെ ഞാൻ ഫസ്റ്റ് ഇട്ട് കഴിഞ്ഞ് ഒരു 2 ആഴ്ച കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ പറഞ്ഞത് വീണ്ടും താഴത്തെ 2 പല്ലെടുക്കണം എന്നുള്ളത്. താഴത്തെ പല്ലെടുക്കാതെ വേറെ ഓപ്ഷൻ ആയിട്ട് ഒരു കോന്ത്രമ്പൽ എന്ന് പറയുമല്ലോ, എക്സ്ട്രാ ഒരു ടീത്ത് ഫ്രണ്ടിലേക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഇടണം. അപ്പൊ താഴെ എന്തായാലും നമ്മുടെ പല്ല് പോയാലേ ബൈറ്റ് ക്ലിയർ ആവുള്ളൂ. ഈ ബൈറ്റ് വരുമ്പോൾ ഈ പല്ല് തട്ടിയിട്ട് ഈ പല്ല് മുന്നോട്ട് കുറച്ച് സങ്കടക്കപ്പെട്ടു. പിന്നെ ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു. പല്ല് പറിക്കുമ്പോൾ നമുക്ക് അതിൻ്റെതായിട്ടുള്ള റെസ്റ്റ് വേണം. പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡുകളൊന്നും നമുക്ക് കഴിക്കാൻ പറ്റിയെന്ന് വരില്ല. പിന്നെ അതുമായിട്ട് അങ്ങോട്ട് അഡ്ജസ്റ്റ് ആയിട്ട് ശീലമായിക്കോളൂ എന്ന് പറഞ്ഞ മാതിരി അഡ്ജസ്റ്റ് ആയിട്ട് നമ്മൾ 2 വീക്സ് കൂടുമ്പോൾ നമ്മളിങ്ങനെ പോയിട്ട് ടൈറ്റ് ചെയ്തു അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ മന്ത്സായി അങ്ങനെ എടുത്തോണ്ടിരിക്കും. കാരണം എന്തൊക്കെയാണ് ഇതിന്റെ ചേഞ്ചസ് എന്ന് അറിയാൻ വേണ്ടി ഞാൻ പല സൈഡിൽ നിന്ന് ഇങ്ങനെ ഫോട്ടോസ് ചെയ്യുന്നു. എൻ്റെ പല്ല് ക്ലിപ്പിട്ട ടൈമിൽ ഒരു ഫോട്ടോയിൽ നിൽക്കാൻ പറ്റില്ല, അങ്ങനെ അത്രയും മോശപ്പെട്ട ഒരു കോലത്തിലായിരുന്നു ഞാൻ. അപ്പോഴും ഞാനിങ്ങനെ മനസ്സിനെ ഇങ്ങനെ പറഞ്ഞ് സമാധാനിക്കും, കുറച്ചുകൂടി കഴിയുമ്പോൾ റെഡിയാവും, നല്ലൊരു ലുക്ക് കിട്ടും, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് സമാധാനിപ്പിക്കായിരുന്നു. അങ്ങനെ ഞാൻ ഡെയിലി ഫോട്ടോസ് എടുക്കുകയായിരുന്നു ക്ലിപ്പിൻ്റെ ഓരോ ചേഞ്ചസ് അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ എടുത്തിട്ടുള്ള കുറച്ച് ഫോട്ടോസ് ഞാനിവിടെ ഷെയർ ചെയ്യാം. ഫസ്റ്റ് ടൈമിലൊക്കെ ക്ലിപ്പിട്ട ടൈമിൽ ചുണ്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ ആദ്യം ഉള്ളതിനെക്കാട്ടും ഭയങ്കര ബോറായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ നമ്മൾ പല്ലെടുത്തു, ആ പല്ലെടുത്ത ഗ്യാപ്പ് ഫില്ല് ചെയ്ത് വന്നു. അങ്ങനെ പല്ലിന് ക്ലിപ്പ് ഊരിയപ്പോൾ വന്ന ഫോട്ടോസാണ് ഞാൻ ഈ കാണിക്കുന്നത്. എൻ്റെ റീറ്റെയിനർ ഞാനിപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് എനിക്കിപ്പോഴും ആ ഒരു ലെവലിൽ കീപ്പ് ചെയ്ത് പോകാൻ പറ്റുന്നത്. ബ്രേസസ് ഇട്ട് കഴിവുകൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പഠിച്ചിടത്തോളം വന്ന ബുദ്ധിമുട്ടുകളാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. ഓരോരുത്തർക്കും ഓരോ എക്സ്പീരിയൻസ് ആയിരിക്കും. എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാനിവിടെ പറയുന്നത്. എനിക്കായിട്ട് തോന്നിയ ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുഡ് കഴിക്കുന്ന കാര്യമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇടയ്ക്കിടയ്ക്ക് മീൻസ് ഭയങ്കര ഫുഡിയൊന്നും അല്ലെങ്കിലും എനിക്ക് കുറച്ച് വിശപ്പ് കുറച്ചെനിക്ക് എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. പരിപാടി ഈ ബ്രേസറ്റ് ചെയ്താൽ നമുക്ക് ആദ്യത്തെ ആ ഒരു ടൈമിൽ കുറച്ച് ഇഷ്ടപ്പെട്ട എല്ലാ ഫുഡും പോലെ അങ്ങനെ അത്രയും എളുപ്പത്തിൽ കഴിക്കാൻ കഴിയുന്നില്ല. അതായത് നമ്മൾ അതുമായിട്ട് സെറ്റായി വന്നു കഴിഞ്ഞ് ഇഷ്ടമുള്ള ഏത് ഫുഡ് വേണമെങ്കിൽ കഴിക്കാം. ഞാൻ ചിക്കനും എല്ലാം കഴിച്ചിട്ടുള്ള ഒരു ആദ്യത്തെ ആ ഒരു ടൈം ഫസ്റ്റ് 2 വീക്ക് നമുക്ക് നമ്മൾ ഇതുമായിട്ടൊന്ന് സാധാരണ ചവച്ച് ഇറക്കുന്ന പോലെ നമുക്ക് ഇറക്കാൻ പറ്റില്ല, ബുദ്ധിമുട്ടുണ്ടാവും. ഇഷ്ടപ്പെട്ട ഫുഡുകൾ ഫസ്റ്റ് സ്റ്റേജിൽ നമുക്ക് ഡോക്ടർ തന്നെ പറയും ഉറപ്പുള്ള കാര്യങ്ങളൊന്നും കടിച്ചു പൊട്ടിക്കുക അങ്ങനത്തെ സംഭവങ്ങളൊന്നും കെയർ ചെയ്തിട്ട് വേണം ഫുഡ് കഴിക്കും. രണ്ടാമത്തെ കാര്യം ബ്രേസ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ എൻഡിലേക്ക് അപ്പോൾ ചില ടൈമിൽ ഡോക്ടർ വളച്ച് വെക്കും, അപ്പോൾ നമുക്കത് ബുദ്ധിമുട്ടുണ്ടാവില്ല. ചില ടൈമിൽ ഈ എൻഡിലേക്ക് വരുന്ന നീളം കുറവായിരിക്കും, വളയ്ക്കാനുള്ള അത്രയും ഉണ്ടാവില്ല. ആ ടൈമിൽ ഈ കമ്പി കുത്തിയിട്ട് മുറിവ് വരും, മുറിവ് പിന്നെ പുണ്ണാവും. അങ്ങനെ ഈ കമ്പികൾ തരിക്കുന്ന ടൈമിൽ തന്നെ ഈ ചുണ്ട് ഈ കമ്പിന്റെ മേലെ കോർത്തിട്ടും അങ്ങനെയൊക്കെ കീറുമ്പോൾ ആ കീറിയത് പിന്നായിട്ട് മാറും. ഓൾറെഡി നമുക്ക് ഈ ബ്രേസസുകൾ അത്രയും സൂക്ഷിച്ചും അത്രയും കെയർ കൊടുത്തിട്ടാണ് അതിൻ്റെ കൂടെ ഈ ചുണ്ട് പൊട്ടിയതും കൂടി ആവുന്ന ടൈമിൽ പുണ്ണ് വരുന്ന ടൈമിൽ ബുദ്ധിമുട്ടാവും. അതെനിക്ക് ഭയങ്കര അത്രയും കെയർ ചെയ്തിട്ട് എനിക്ക് സംസാരിക്കുക. കാരണം ഇതിൻ്റെ മേലെ കുടുങ്ങി കഴിച്ചാൽ അതിങ്ങനെ പതുക്കെ എടുത്തിങ്ങനെ അതിൻ്റെ കമ്പിൻ്റെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. എനിക്ക് എപ്പോഴും ആ ഒരു ഇത് പറ്റാറുണ്ടായിരുന്നു. അവള് കീറിയിട്ട് ഇവിടെ ഫുള്ള് പുണ്ണായിരുന്നു 2 സൈഡും. അപ്പോൾ അത് ബുദ്ധിമുട്ടാണ്. നമുക്ക് ഫുഡിൻ്റെ കാര്യത്തിൽ നമ്മൾ അത്രയും അങ്ങോട്ട് നമുക്ക് വാരി വലിച്ച് തിന്നാനുള്ള ഒരു ഇത് എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡി വെയിറ്റ് കുറയാനുള്ള ചാൻസ് പറയാനെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രോപ്പറായിട്ട് ബ്രഷ് ചെയ്യാന്നുള്ളതാണ്. ബ്രഷ് ചെയ്തിട്ട് ബ്രേസസ് ഇട്ടാലും എന്താണ് അതിൻ്റെ സൈഡ് എഫക്റ്റ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം പല്ലിന് കേട് വരും, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വരും. പ്രോപ്പറായിട്ട് ബ്രഷ് ചെയ്യുക. അപ്പം നൈറ്റും മോർണിംഗും ആയി ചെയ്യുന്നത്. കൂടാതെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ ബ്രഷ് ചെയ്യുക. അതിൻ്റെ ക്ലിനിക്ക് നമ്മളെ ഡോക്ടർ ഓതർ വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. കാരണം ക്ലിപ്പിട്ട് കഴിഞ്ഞിരിക്കുമ്പോൾ നമുക്ക് വായ്ക്ക് ഓൾറെഡി ഒരു സ്മെല്ല് വരാതിരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ബ്രഷ് ചെയ്യും. പിന്നെ അതൊരു പരിധി വരെ നമുക്ക് ആ സ്മെല്ല്, ഒരു ബാഡ് സ്മെല്ല് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. പിന്നെ ഞാൻ ചെയ്തിട്ടുള്ളത് മൗത്ത് വാഷ് യൂസ് ചെയ്യാം. മൗത്ത് വാഷ് യൂസ് ചെയ്യും ബാഡ് സ്മെൽ കുറയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും. കുറയ്ക്കാന്നല്ല, നമുക്ക് അങ്ങനെ മൗത്ത് വാഷ് ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ ആ ബുദ്ധിമുട്ട് ഉണ്ടാവില്ല. ചില സ്മെല്ല് വരുമ്പോൾ അതൊരു ബുദ്ധിമുട്ട് വാഷ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് മാറ്റി. ബ്രേസസ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഇടയ്ക്കിട്ട് വേണം. അതിന് വേണ്ടി നമ്മൾ കുറച്ച് ടൈം എന്തായാലും മാറ്റി വയ്ക്കേണ്ടി വരും. നമുക്ക് പ്രോപ്പർ ചെക്കപ്പ് കാര്യങ്ങളെല്ലാം വേണ്ടി വരും. ഇതൊക്കെയാണ് ഈ ബ്രേസസ് ഇട്ടത് കൊണ്ട് എനിക്ക് വന്ന ബുദ്ധിമുട്ടുകൾ. അടുത്തതായി ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ബ്രേസസ് ഇടാൻ എത്ര കോസ്റ്റ് വരും. ഒപ്പീനിയൻ ആയിട്ട് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഡിപ്പെൻസ് ആണ്.
ഇപ്പൊ ഞാൻ ചെയ്ത സ്ഥലത്തുള്ള റേറ്റില് കണ്ണൂരിൽ ഞാൻ ചെയ്ത ക്ലിനിക്കിലെ റേറ്റ് ആയിരിക്കില്ല നമ്മൾ വേറൊരു ക്ലിനിക്കിൽ പറയുന്നത് എനിക്ക് വന്ന കോഴ്സ് ഒറ്റ ടൈമായിട്ട് കൊടുത്തതല്ല, കുറച്ച് പൈസയായിട്ട് മന്ത്ലി നമ്മൾ ചെക്കപ്പിന് എന്തായാലും പോയി ക്ലിയർ ചെയ്തത്. അപ്പൊ എനിക്ക് ആയത് 22,000 ആണ്. 3 years ബാക്ക് ആണ്, 1.5 year ക്ലിപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കൂടാതെ തന്നെ നമുക്ക് പല്ല് പറിക്കാനും പിന്നെ അതേപോലെ ക്ലീൻ ചെയ്യണം നമ്മള്. അപ്പൊ അതിനെല്ലാം കോസ്റ്റ് അത് വേറെ തന്നെ വരുന്നതാണ്. ക്ലിപ്പ് ബ്രേസസ് ഇടാൻ വേണ്ടി മാത്രം എനിക്ക് വന്ന കോസ്റ്റ് 22,000 ആണ്. നമ്മളെല്ലാവരും ഒരുപാട് വറി ചെയ്യുന്ന ഒരു കാര്യമാണ് പെയിൻ. നമ്മൾ ഈ ബ്രേസസ് ഇടുമ്പോൾ പെയിൻ ഉണ്ടാകുമോ, എപ്പോഴും ഈ പെയിൻ ഉണ്ടാകുമോ, അത് ടൈറ്റ് ചെയ്യുമ്പോൾ മാത്രമാണോ പെയിൻ ഉണ്ടാവുക, പല്ല് പറിക്കുമ്പോൾ വേദന ഉണ്ടാവുമോ, ഇങ്ങനെയുള്ള ഒരുപാട് ടെൻഷൻസ് നമുക്ക് ഉണ്ടാവും. എനിക്ക് ഈ പറഞ്ഞ ഒപ്പീനിയൻ വെച്ചിട്ട് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ പെയിൻ എന്ന് പറയുമ്പോൾ അങ്ങനെ നമുക്ക് സഹിക്കാൻ പറ്റാത്ത പെയിനൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. പല്ല് പറിക്കുമ്പോൾ നമുക്ക് ഓൾറെഡി എത്തിച്ചിട്ടാണല്ലോ പറഞ്ഞില്ല. പല്ല് പറിക്കുന്ന ടൈമിൽ നമ്മൾ ഒന്നും അറിയില്ല. ഇഞ്ചക്ഷൻ വെക്കുമ്പോൾ പഠിക്കുന്ന വേദന എന്ന് പറയുന്ന പോലത്തെ ഒരു വേദന ഉണ്ടാവും. പക്ഷെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പല്ല് പറിക്കുന്ന കാര്യം നമ്മൾ അറിയേയില്ല സംഭവം. പക്ഷെ അത് കഴിഞ്ഞ് പല്ല് പോയതിന് ടേസ്റ്റ് ഉണ്ടാവുമല്ലോ, പിന്നെ ആ തരിപ്പ് പോയി വരുമ്പം ചെറിയൊരു വേദന അതെന്തായാലും ഉണ്ടാവും. വേദന ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല, കഠിനമായ വേദന ഒന്നും ഉണ്ടാവില്ല. പിന്നെ ക്ലിപ്പിട്ട് കഴിയുമ്പോൾ ടൈറ്റ് ചെയ്യുന്ന ടൈമിൽ ചെറിയ വേദന ഉണ്ടാവും. ഈ പറഞ്ഞ പോലെ സഹിക്കാൻ പറ്റുന്ന ആ ഒരു കപ്പാസിറ്റി ആയിരിക്കും ഉണ്ടാവുക, വെച്ചിട്ട് അത് മാറും. പക്ഷെ എന്നെ സംബന്ധിച്ച് നമുക്ക് ഈ ഒരു പല്ലിന്റെ ക്ലിപ്പ് ഇടാൻ വേണ്ടിയിട്ട് ഒരു റബ്ബർ പോലത്തെ സംഭവം ഈ പല്ലിന്റെ ഗ്യാപ്പിൽ വരാൻ വേണ്ടിയിട്ട് ആ ടൈം നമുക്ക് ഇവിടെ ചവയ്ക്കാനൊന്നും പറ്റില്ല. ഈ ഒരു 2 പല്ലും ചവയ്ക്കാൻ പറ്റില്ല. പക്ഷെ ഇത് അങ്ങനെ ആവണമെന്നില്ല. ഞാൻ എങ്ങനെയാണ് പറഞ്ഞത്, വേദന ഉണ്ടായിരുന്നു, വേറെ ഒന്നും ഒരു ബുദ്ധിമുട്ടും വലിയ കഠിനമായ വേദനയൊന്നുമില്ല. ബ്രേസസ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുഡിൽ എന്തെങ്കിലും കൺട്രോൾ വരുത്തണോ വേണ്ടയോ എന്നുള്ള കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ പറഞ്ഞല്ലോ, ഞാൻ ഫുഡി അല്ല. പക്ഷെ എനിക്ക് ഇടയ്ക്ക് ഇങ്ങനെ വിശക്കുമ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ അല്ലാതെയുള്ള ഐറ്റംസ് ഞാൻ കഴിക്കാറുള്ള ഐറ്റംസ്, നാര് വരുന്ന ഐറ്റംസ് ഒക്കെ നമ്മൾ മാക്സിമം ഒഴിവാക്കുക. അപ്പോൾ മാംഗോ ഒക്കെ നമ്മൾ കഴിക്കുന്ന ടൈമിൽ ഇതിൻ്റെ ഉള്ളിൽ കുടുങ്ങി കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ്. പിന്നെ അത് എടുക്കാൻ ശ്രമിക്കുമ്പോൾ ഇതെല്ലാം ലൂസ് ആവാൻ പോകാനൊക്കെ ഉള്ള ചാൻസസ് ഒഴിവാക്കുക. പിന്നെ ഭയങ്കര കടിച്ച കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. കാരണം ഈ ക്ലിപ്പ് പൊട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും ഇൻവെസ്റ്റ് ചെയ്ത് ചെയ്യുന്ന ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും മുടക്കി ചെയ്യേണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അതൊന്നല്ലാതെ വേറെ എന്തെങ്കിലും പല്ല് പറിച്ച ടൈമിൽ ഞാൻ ഐസ്ക്രീമും ജ്യൂസും കാര്യങ്ങളൊക്കെ ആയിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ സാധാരണ നമ്മൾ എങ്ങനെയാണോ ഉള്ളത് അതേപോലെ തന്നെ നമുക്ക് ഫുഡൊക്കെ കഴിക്കാൻ പറ്റും. ഇനി നമ്മൾ എത്ര കാലം ഈ ബ്രേസസ് ഇടേണ്ടി വരും, അതൊരു ടെൻഷനുള്ള ഒരു കാര്യമല്ല. എന്നോട് ആദ്യം പറഞ്ഞിരുന്നത് 2 വർഷം നിങ്ങൾ ഇടേണ്ടി വരും എന്നുള്ളതാണ്. പക്ഷെ ഞാൻ 1.5 years ആണ് ഞാൻ ഇടുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ എന്ത് ചെയ്യുന്നുണ്ട്, റീറ്റെയിലർ ഇതില് നമുക്ക് വീണ്ടും നമ്മളെ പല്ല് കുറച്ചൊന്ന് പൊങ്ങുന്ന പോലെ 1.5 year ആണ് പ്രോപ്പർ ബ്രേസസ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ബ്രേസസ് ഇടാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ബ്രേസസ് ഇടണോ വേണ്ടയോ, അല്ലെങ്കിൽ ഇപ്പം ഇടണോ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ഇട്ടാൽ മതിയോ, ഇങ്ങനെയൊക്കെ വിചാരിക്കുന്ന കുറേ പേരുണ്ടാവുമല്ലോ. അവരോട് എനിക്ക് പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടും ലേറ്റ് ആക്കണ്ട, എത്രയും പെട്ടെന്ന് ഇടുന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. നിങ്ങൾ ബ്രേസസ് ഇടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പോയിടുന്നതാണ്. സാറെങ്കിലും നിങ്ങളുടെ കുട്ടികളെ പല്ല് ഉണ്ടെന്നുണ്ടെങ്കിൽ സ്കൂൾ ടൈമിൽ തന്നെ നമ്മൾ ബ്രേസസ് ഇടാണെന്നുണ്ടെങ്കിൽ അത് നല്ലതായി. കോളേജ് ലൈഫ് ആ ടൈമിൽ നമ്മൾ ഈ ബ്രേസസ് ഇട്ടുകൊണ്ടിരുന്നില്ല, നമുക്ക് പ്രോപ്പറായിട്ട് നല്ലൊരു ഫ്രണ്ട്സ് ലെവലെല്ലാം നമ്മളത് ഇട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ കോളേജിലാണെങ്കിലും ഇപ്പോൾ ഈ ഒരു 10-30 ഇപ്പോൾ എൻ്റെ ആൻറ്റിയൊക്കെ ഈ ടൈമിൽ നമ്മൾ ബ്രേസസ് ഇടുന്നുണ്ട്. ബ്രേസസ് ഇടുന്നത് നമ്മളെ പല്ലിന്റെ ഭംഗിക്ക് വേണ്ടി മാത്രമല്ല, നമുക്ക് അതിനെ കൊണ്ട് വേറെയും കുറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന പല്ലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിലൊക്കെ ഈ അഴുക്കുകൾ ചെന്ന് കഴിഞ്ഞിട്ട് ഈ പഴുപ്പ് വന്നിട്ട് അത് ഭയങ്കര ഇതാവാനുള്ള ചാൻസ് ഉണ്ട്. ഉള്ളവർക്ക് ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനൊക്കെ നമ്മൾ ബ്രേസ് ഇടുന്നതാണെങ്കിലും ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പോയി ചെയ്യാം. അത്രേ. പിന്നെ വേറൊരു കാര്യം കൂടി, നമ്മൾ ബ്രേസ് ഉണ്ടെങ്കിൽ നമ്മൾ ഇടുന്ന സ്ഥലം എത്രത്തോളം നല്ല ഒതന്റിക് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്, നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള നല്ല റിവ്യൂ ഉള്ള ഒരു ക്ലിനിക്കിൽ തന്നെ പോയിട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ തന്നെ പോയിട്ട് ചെയ്യുക. ഇല്ലെങ്കിൽ നമുക്ക് പണി. ഇപ്പോൾ എൻ്റെ ബ്രേസസ് ജേർണി നിങ്ങൾ കേട്ടല്ലോ, എൻ്റെ ഫോട്ടോസ് എല്ലാം നിങ്ങൾ കണ്ടല്ലോ, എത്രത്തോളം ചേഞ്ചസ് ആണ് എനിക്ക് വന്നെന്നുള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലല്ല എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. എല്ലാവർക്കും എൻ്റെ ബെസ്റ്റ് ഓഫ് ലക്ക്. ഒന്നും കൊണ്ട് പേടിക്കേണ്ട, പല്ല് സെറ്റ് വരെ എഫക്ട് ചെയ്തൊരു കാര്യമാണ് കേട്ടോ. കോൺഫിഡൻസ് ലെവൽ മാത്രമല്ല, എൻ്റെ മൊത്തത്തിലുള്ള എൻ്റെ ബ്രേസസ്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അത് ഞാൻ പറയുന്നത് മാത്രമല്ല, നിങ്ങളത് കണ്ടാൽ മനസ്സിലാവും എത്രത്തോളം ചേഞ്ചസ് വന്നിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ കോൺഫിഡൻസോടെ ചിരിക്കാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.